ഹായ് ഓൾ, കിത്ത് ആൻഡ് കില്ലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ മുഴുവനായി കണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്കിന്നൊരു ചായ ഇട്ട് പഠിക്കാം. തുടക്കക്കാർക്ക് പറ്റിയൊരു വീഡിയോ ആണ്. ഇതുവരെ എനിക്ക് ചായ പോലും ഇടാൻ അറിയില്ല എന്ന് ഇനി ആരും പറയരുത്. ഇത് ഐറ്റംസൊക്കെ ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്നൊന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ കുടിക്കുന്ന ചായ കപ്പിൽ 1/2 ഗ്ലാസ് പാലൊഴിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ദേ നമുക്ക് ചായയുടെ അളവിനനുസരിച്ച് 1/2 ഗ്ലാസ് പാലല്ലേ ഒഴിച്ചിരിക്കുന്നത്, അതിന് നിറയെ അതിന് ഈക്വലായിട്ട് നമ്മളിതേ വെള്ളം ഒഴിച്ച് വെച്ചു. അപ്പം ഇത് ഞാൻ ചായ കുടിക്കുന്ന കപ്പാണ്, അതാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഞാനൊരു ചായ ലവറാണ്. എൻ്റെ ഷോർട്സൊക്കെ കണ്ടാലൊക്കെ നിങ്ങൾക്കറിയാം, എൻ്റെ വ്ളോഗ്സ് കണ്ടാലറിയാം. അതിനുശേഷം എനിക്ക് മസാല ചായ അഡിക്റ്റാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത് ചുക്കും ഏലക്കയൊക്കെ പൊടിച്ച പൊടി ഓൾറെഡി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാനായി ഇതെടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടോ, അതും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി തേയിലയുടെ അളവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് കടുപ്പം വേണമെന്നുള്ളവർക്ക് 1 സ്പൂൺ നിറച്ചിടാം. അല്ല മീഡിയം കടുപ്പം മതി എന്നുള്ളവർക്ക് നമ്മുടെ ഈ ഇതണക്കത്തെ ഒരു അളവ് സ്പൂൺ അല്ലെങ്കിൽ നിങ്ങളൊരു ടീസ്പൂൺ എടുത്തോളൂ, അതിലൊരു 1/2 ചായ പൊടി മതി. ഓക്കെ, നല്ല കടുപ്പം വേണമെന്നുള്ളവർ ഇങ്ങനെ തന്നെ ഇട്ട് കുടിക്കുക. ചിലർക്ക് തലവേദനയാണ്, നല്ല കടുപ്പത്തിൽ ചായ വേണമെന്നൊക്കെ പറയും. അടുത്ത പഞ്ചസാരയുടെ കാര്യം, അതും നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം. നമ്മളൊരു ഷുഗർ ലവിങ് പേഴ്സൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇടുക. പിന്നെ ഷുഗർ ഡയറ്റൊക്കെ തുടങ്ങുന്നവർക്ക് ഇത് അത്ര പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ. ഒട്ടും പഞ്ചസാര ഇടാൻ പറ്റാണ്ട് അയ്യോ ഷുഗർ ഡയറ്റ് തുടങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി പഞ്ചസാര കട്ട് ചെയ്ത് ശീലിക്കുന്നവർ ആ തുള്ളി പഞ്ചസാര ഇട്ടാൽ മതി. അല്ല നല്ല പഞ്ചസാര വേണമെന്നുള്ളവർ നിറച്ച് തന്നെ ഇടുക. ഓക്കെ, ഇത് ഇത്രയാണ് ഐറ്റംസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പാൻ ദേ വച്ചിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കാം, പാലൊഴിക്കാം. പിന്നെ ഓൾറെഡി ആദ്യമേ പഞ്ചസാര വേണമെന്നുള്ളവർ ഇടുക, ഞാനത് കാണിക്കുന്നില്ല, കാര്യം ഞാൻ ഷുഗർ യൂസ് ചെയ്യാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഇടാം. ലാസ്റ്റൊക്കെ ഷുഗർ ഇടാൻ നിന്ന് നമ്മുടെ ചായ ആറിപ്പോവും കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം എന്തേ പാല് വെച്ചിട്ടുണ്ട്, അടുപ്പ് കത്തിയിട്ടുണ്ടാകുന്ന കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് എടുത്തത് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതേ അരിപ്പൊക്കെ എടുത്തൊരു കപ്പൊക്കെ റെഡിയാക്കി വെച്ചേക്കണം, പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട്. പാല് തിളയ്ക്കുന്ന സമയമല്ല, പാല് ജസ്റ്റ് അങ്ങോട്ട് വച്ചതേ ഉള്ളൂ. അതിന് മുമ്പ് ഒരു താരം അവിടെ വരാനുണ്ട്. ഞാൻ ആദ്യമേ കാണിച്ച നമ്മുടെ മസാല ചുക്കും ഏലക്കാപ്പൊടിയും, അതൊന്നും ഇല്ലാത്തവർക്കുണ്ടെങ്കിൽ ഏലക്ക മാത്രം വേണമെങ്കിൽ ഇടാം. ഞാൻ ഈ അളവിലാണ് ഇടുന്നത്, എനിക്ക് ഇച്ചിരി മസാല വേണം, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പാലിൽ അതും കൂടി ഇട്ട് വയ്ക്കും. അപ്പോൾ ആ ഫ്ലേവർ മൊത്തം അതിനകത്ത് ഇറങ്ങി നല്ലൊരു ചായ കിട്ടും. നമ്മൾ വൈകുന്നേരമൊക്കെ ഭയങ്കര ടയർഡായിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഈ മസാല ചായയൊക്കെ കുടിക്കുമ്പോഴല്ലോ നല്ല രസമാണ്, നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. പിന്നെ ഞാൻ എൻ്റെ അളവിന് ഞാൻ ഇട്ടു തേയില, ഞാൻ 1 സ്പൂണും ഇട്ടു കേട്ടോ. ഞാൻ അത്യാവശ്യം ഒരു കടുപ്പം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അതുകൊണ്ട് ഞാൻ ആ 1 സ്പൂൺ ഇട്ടത് കാണിക്കാനാണ് നിങ്ങളെ ഇടയ്ക്ക് ഞാനൊന്നുകൊണ്ട് കാണിച്ചത്. അതും ഇട്ടു. ചായ തിളച്ച് വരുന്നുണ്ട്. ഒരു ചായ ഇടാൻ വലിയ സമയമൊന്നും വേണ്ട കേട്ടോ. ഇടാൻ അറിഞ്ഞൂടാത്തവരൊന്ന് ഇട്ട് പഠിച്ചു നോക്കൂ. എൻ്റെ കൂട്ടത്തിലുള്ള കൂട്ടുകാരികൾ പറയാറുണ്ട്, എടി 10-28 വയസ്സായിട്ടും ഇതുവരെ എനിക്ക് ചായ പോലും ഇടാൻ അറിയില്ല എന്ന്. ഇനി അവളുമാർക്കെല്ലാം ഞാൻ ഈ വീഡിയോ അയച്ചു കൊടുക്കും, എല്ലാവരും ചായ ഇട്ട് പഠിക്കട്ടെ. നമ്മളെവിടെയെങ്കിലും ഒന്ന് പെട്ടുപോയാൽ നമുക്കൊരു ചായ കുടിക്കണമെങ്കിൽ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾ ചോദിക്കും എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്ന, 10 രൂപ എടുത്ത ചായ കിട്ടത്തില്ലേ. ദേ അരിപ്പെടുത്തിട്ട് ദേ ചായ ഇങ്ങോട്ട് ഒഴിക്കുക. അപ്പോൾ എനിക്ക് തോന്നിയോ ക്വാണ്ടിറ്റി കുറഞ്ഞു പോയോ. നമ്മൾ തുടക്കക്കാർക്ക് അങ്ങനെ പലതും തോന്നും, പക്ഷേ അല്ല, വലിയ കപ്പായതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്. ഒഴിച്ചപ്പോൾ കണ്ട സെറ്റ്. ഞാൻ വെച്ച എൻ്റെ ഗ്ലാസ്സിൽ നിറച്ച് എനിക്ക് ചായയും കിട്ടി. ഞാൻ നല്ല അടിപൊളിയായിട്ട് ചായ കുടിക്കുകയും ചെയ്തു. നല്ലൊരു ഫ്ലേവേർഡ് ചായയായിരുന്നു, മസാലയൊക്കെ ഇട്ടിട്ട്. മസാല ഇഷ്ടമല്ലാത്തവർക്ക് ഇടുകയും വേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ചായ ഇട്ട് പഠിക്കുക. ഇനി ആരും ചായയുടെ അറിയത്തില്ല എന്ന് പറയരുത്. ഓക്കെ, ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റാ.